ഹരേ കൃഷ്ണ. യുദ്ധത്തിനുള്ള പുറപ്പാട് എന്നുള്ള കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. സുഗ്രീവൻ ജാനകീദേവി അന്വേഷിച്ചു ചെന്ന ഓരോ വാനരവീരന്മാർക്കും പ്രത്യേകം പാരിതോഷങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. സീതാദേവിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിനാൽ സുഗ്രീവൻ സമാധാന ചിത്തനായി. അനന്തര നടപടികൾ അടുത്ത പ്രഭാതത്തിൽ അറിയിച്ചു കൊള്ളാമെന്ന് ശ്രീരാമനെ ഉണർത്തിയ ശേഷം ശ്രീരാമന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമനോട് യാത്ര പറഞ്ഞു തൻ്റെ വാസസ്ഥാനത്തേക്ക് മടങ്ങി. മറ്റു വാനരന്മാർ അവരവരുടെ താവളങ്ങളിലേക്കും യാത്ര തിരിച്ചു. അടുത്ത ദിവസം തന്നെ സുഗ്രീവൻ മറ്റു വാനരന്മാരെ വിളിച്ചുകൂട്ടി രാവണനുമായി യുദ്ധം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുക്കണമെന്ന് തീരുമാനിച്ചു. ഹനുമാനിൽ നിന്നും വിവരങ്ങളെല്ലാം കിട്ടിയതിനാൽ ശ്രീരാമലക്ഷ്മണന്മാർ ഉത്സാഹഭരിതരായി. ശ്രീരാമൻ സുഗ്രീവനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ആത്മമിത്രമേ സുഗ്രീവ, ഹനുമാൻ പറഞ്ഞു ലങ്കയിലെ വിവരങ്ങളെല്ലാം നാം അറിഞ്ഞു കഴിഞ്ഞുവല്ലോ. ഇനി നമുക്കടുത്ത പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാം. പ്രഭു, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. നമ്മുടെ സൈന്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി അവിടുന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ. സുഗ്രീവ, ഇന്ന് ഉത്രമാണ് നക്ഷത്രം. നാളത്തെ നക്ഷത്രത്തിൽ ചന്ദ്രയോഗം കാണുന്നുണ്ട്. യാത്രയ്ക്ക് ബഹുവിശേഷമാണ് നാളത്തെ ദിവസം. അതിനാൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് നാളെ തന്നെ യാത്ര പുറപ്പെടണം. സേനാപതിയായ നീലന്റെ നേതൃത്വത്തിൽ 1000 സൈനികരെ നിയോഗിക്കുക. അവർ മാർഗനിരീക്ഷണാർത്ഥം ആദ്യം തന്നെ പുറപ്പെടട്ടെ. വെള്ളവും ഭക്ഷണവും സുലഭമായി കിട്ടുന്ന സ്ഥലം അവർ കാലയെ കൂട്ടി കണ്ടുവയ്ക്കട്ടെ. കൂടാതെ കാട്ടിലെങ്ങാനും വല്ല രാക്ഷസന്മാരും ഒളിച്ചിരിപ്പുണ്ടോ എന്നും അറിയണമല്ലോ. അല്ലെങ്കിൽ ശത്രുക്കൾ നമ്മുടെ പുറപ്പാടിന് വല്ല തടസ്സവും സൃഷ്ടിച്ചെന്ന് വരും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമേ പുറപ്പെടാവൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവൻ സൈന്യവും ഒരുമിച്ച് പുറപ്പെടണമെന്നില്ല. കിഷ്കിന്ധയുടെ രക്ഷയ്ക്കായി കുറച്ച് സൈന്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ സേനാവിഭാഗത്തിലെ ഉഗ്രന്മാരും ബലശാലികളായ ഗജൻ, ഗവയൻ, ഗവാക്ഷൻ തുടങ്ങിയ വീരന്മാർ നായകത്വം വഹിക്കണം. ഋഷഭൻ, ഗന്ധമാദരൻ തുടങ്ങിയ വീരന്മാരെ സേനകളുടെ പാർശ്വ സംരക്ഷണത്തിന് നിയോഗിക്കണം. സേനയുടെ മധ്യഭാഗത്ത് ഞാനുണ്ടാകും. എൻ്റെ അടുത്ത് തന്നെ ആഞ്ജനേയൻ ഉണ്ടായിരിക്കണം. ലക്ഷ്മണന്റെ സഹായത്തിനായി അംഗദനും ഉണ്ടാകണം. സൈനികരുടെ പിൻനിരയിൽ വേണം ജാംബവാൻ, സുഷേണൻ, വേഗദർശി മുതലായ മഹാരഥൻ അണിനിരക്കേണ്ടത്. സൈന്യങ്ങളുടെ മുഴുവൻ ചുമതലയുടെ നേതൃത്വവും മിത്രാത്മജനായ താങ്കൾ തന്നെ വഹിക്കുകയും വേണം. ഹരേ കൃഷ്ണ. ഈ കഥാഭാഗം